ഇതെല്ലാം കേട്ടിട്ട് അർജുൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വലിയ പോഷ് കാറുകളിൽ മാറി മാറി വരുന്നോണ്ട് അയാള് കോടീശ്വരനാണെന്ന് നീ തെറ്റിദ്ധരിച്ചല്ലേ? മാളു ചേച്ചി വെറുതെ അവന്റെ ഭാഗം പിടിക്കല്ലേ. അവൻ എന്റെ തെറ്റിദ്ധാരണ തിരുത്തായിരുന്നല്ലോ. അതിനു പകരം അവൻ എന്നോട് കള്ളം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ടല്ലേ ഞാൻ വെറുതെ മനക്കോട്ട കെട്ടിയത്. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ചിലർക്ക് ഇത്തിരി തള്ളുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. അതൊരു തെറ്റല്ല. നിഷ്കളങ്കമായ ചില തള്ളുകൾ കേട്ടിട്ട് പിന്നെ അത് വെറും ബെഡായിയാണെന്നറിയുമ്പോ ഇത്തിരി ക്യൂട്ട്നെസ് തോന്നുകയും ചെയ്യും. പക്ഷേ പൊങ്ങച്ചം പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കണം. അങ്ങനെ എന്തെങ്കിലും ശ്രമം അർജുന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ തോണ്ടാനും പിടിക്കാനും വരുന്നവരും ഫിനാൻഷ്യലായി മുതലെടുക്കുന്നവരും ഒക്കെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അയ്യേ, അവനാ ടൈപ്പൊന്നും അല്ല. ഒരു പക്ക ജെന്റിൽമാനാ. മോശമായിട്ടുള്ള ഒരു വാക്ക് പോലും അവന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫിനാൻഷ്യലി നോക്കിയാൽ ഒരു രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കാൻ അവൻ സമ്മതിക്കില്ല. മാത്രമല്ല എന്ത് സഹായത്തിനും ഒപ്പം ഉണ്ടാവും. പക്ഷെ ഒടുവിൽ സഹായിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നമ്മൾ തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു ഫ്രണ്ടിനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതിൽ തെറ്റൊന്നുമില്ല മോളെ. നീ വഴക്കിട്ടതുകൊണ്ട് അവൻ ഉറങ്ങിയില്ലെന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പോലും വിഷമം വന്നു. അയ്യോ എന്റെ മാളു ചേച്ചി, ആ സെന്റിമെന്റ്സ് ഒക്കെ അവന്റെ വെറും തള്ളാ. അവനെ ഇന്നലെ രാത്രി പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കാണും. എങ്കിലും നിന്നോട് അവൻ അങ്ങനെ പറഞ്ഞത് നിന്റെ ഫ്രണ്ട്ഷിപ്പിന് അവൻ വില കൊടുക്കുന്നതുകൊണ്ടല്ലേ? അർജുനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ നല്ലതേ വരൂ. നീയൊരു നല്ല കുട്ടിയാ. പക്ഷെ ഇത്രയും പ്രായമായിട്ടും ചില കാര്യങ്ങൾ വളരെ ബാലിശമായിട്ടാ ചിന്തിക്കുന്നത്. അവിടെ നിനക്കൊരു ഫ്രണ്ടിന് ആവശ്യമുണ്ട്. മുൻപ് നിനക്ക് ക്ലോസ് ഫ്രണ്ടായിട്ട് ശില്പയുണ്ടായിരുന്നു. ഇപ്പൊ അവളില്ല. ആ ശൂന്യത നികത്താൻ അർജുന് പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അവനെ കരുതാം. പക്ഷേ എന്റെ ഭാവി വരൻ എവിടെയായിരിക്കും? എന്റെ ഈ അനിയത്തിക്കുട്ടിയെ പോലെ തന്നെ കിളിപ്പോയി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ആനിയൻകുട്ടൻ. ഗുഡ് മോർണിംഗ് സാർ. ക്യാഷ് ബാലൻസ് എത്രയുണ്ട്? കാര്യമായിട്ടൊന്നുമില്ല സാർ. ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് വഴിയാ പതിവെന്ന് സാറിന് അറിയാമല്ലോ. പതിവൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ ഇപ്പോൾ 50 ലക്ഷം രൂപ ഉള്ളതായിട്ട് എനിക്കറിയാം. എന്താടോ, ശരിയല്ലേ? അതിങ്ങെടുക്ക്. അയ്യോ സാർ. സാർ, ആ പണം SP സാർ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. സാർ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ ആവശ്യമാണ് ഇപ്പൊ പ്രധാനം. മര്യാദയ്ക്ക് ക്യാഷ് എടുക്കണോ? സോറി സാർ. SP സാറിനോട് ചോദിക്കാതെ അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. താനീ പറഞ്ഞ SP സാറുടെ മകനാണോ ഞാൻ? മനസ്സിലായോ? ആര്യൻ, SP ആര്യൻ. എവരിബഡി ലിസൺ. ആരെങ്കിലും ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ച പിന്നെ അവരുടെയൊക്കെ ജോലി വീട്ടിലായിരിക്കും. ആരും അബദ്ധമൊന്നും കാണിക്കരുത്. എന്ത് പറയുന്നു? സാറിന് ക്യാഷ് എന്നാൽ എന്റെ ജോലി പോകും സാർ. പേടിക്കണ്ട, എന്റെ ആവശ്യം നടന്ന